ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുന്നത്തെ ദിവസമായിട്ട് കലാക്ഷക്കൊട്ട് തോന്നും നമ്മൾ ഒരു ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കസിൻസ് എല്ലാവരും കൂടി ചേർന്ന് പ്ലാൻ ചെയ്തതാണ്. ഇത് ട്രിവാൻഡ്രം ജില്ലയിലെ വക്കം പണയിൽക്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അടിപൊളി ഒരു സ്പോട്ടാണിത്. നമ്മൾ വന്നപ്പോൾ നല്ല തിരക്കാണ്, കാരണം ഉച്ച സമയമാണ് കേട്ടോ. അപ്പോൾ ലഞ്ചൊക്കെ കഴിക്കാനായിട്ട് ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട്. കാരണം ഇവിടെ നല്ല അടിപൊളി കായൽ ഫുഡൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളും ലഞ്ച് ഇവിടെ നിന്നുള്ള പ്ലാനിലാണ് വന്നത്. അപ്പോൾ വന്ന സമയത്ത് നോക്ക് അടാറ് തിരക്കാണ് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡിലാണ് ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം ചെറിയൊരു സ്പേസ് ആണ് കേട്ടോ. അവിടെ നല്ല തിരക്കാണെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷമാണ് ലഞ്ച് കഴിക്കാനായിട്ട് കയറിയത്. ലഞ്ചിന് കായൽ സ്പെഷ്യലായിട്ടുള്ള കക്കയിറച്ചിയും ചെമ്മീൻ ഫ്രൈയും പിന്നെ ചെമ്മീൻ കറിയും ആവോലി ഫ്രൈയും ഒക്കെയാണ് സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോനും ഞാനും ഒരിലയിൽ നിന്നാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ബോട്ടിങ്ങിന് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്പോട്ടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ, അതായത് ഈ ഒരു മതിൽക്കെട്ടിന് ഇപ്പുറത്ത് നമുക്ക് ബോട്ടിൽ കയറാനുള്ള ഒരു സൗകര്യമൊക്കെ ഇവിടെയാണുള്ളത്. പിള്ളേരൊക്കെ ഡബിൾ ഹാപ്പിയാണ് കേട്ടോ. ബോറടിക്കുന്ന സംഭവങ്ങളൊന്നും തന്നെയില്ല. നമ്മൾ കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഈ ആട്ടത്തൊട്ടിലും അങ്ങനെ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് ഒട്ടും തന്നെ ബോറടിയോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല കായൽ കാറ്റും കൊണ്ട് കുറച്ച് സമയം നമ്മളിവിടെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 2 പേർക്ക് ഈ ഒരു സംഭവത്തിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, എൻ്റെ പുത്രനും ആമിക്കുട്ടിക്കും. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഫൈനലി ഇതേ ഈ ബോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിലാണ് നമ്മളിതേ പോകുന്നത് കേട്ടോ. ഈ ഒരു കായലിന് നടക്കുന്നത് ഇങ്ങനെ ഒരു ഐലൻഡ് ഉണ്ട് കേട്ടോ. ഇതാണ് പൊന്നുംതുരുത്ത്. ബോട്ട് യാത്ര തുടങ്ങിയപ്പോൾ എല്ലാവരും കാമായിട്ടാണ് ഇരുന്നത്. പിന്നെ പാട്ടൊക്കെ ആയിട്ട് വന്നപ്പോൾ പിള്ളേരങ്ങ് ചില്ലായിട്ടുണ്ട് കേട്ടോ. നല്ല ഡാൻസും ബഹളമൊക്കെ ആയിരുന്നു. ബോട്ട് ഇതേ പോകുന്നത് പൊന്നുംതുരുത്തിലേക്കാണ് കേട്ടോ. ആ തുരുത്താണ് ഇത്. ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ട് ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരെ തിരിച്ചു കൊണ്ടാക്കിയിട്ട് നമ്മൾ ഒന്നുകൂടെ വന്ന് എടുത്തിട്ട് പോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ആ ഒരു ക്ഷേത്രം. ശിവപാർവതി വിഷ്ണു ക്ഷേത്രമാണ്. അപ്പോൾ ഈ ഒരു തുരുത്തിൽ ഇറങ്ങിയിട്ട് നമ്മൾ അതിൻ്റെ മറു സൈഡിലേക്ക് പോവാണ്. അപ്പോൾ കുറച്ചൊന്ന് നടന്നാൽ മതി, ഒരു 3-4 മിനിറ്റ്. അപ്പോൾ ഈ ഒരു വശത്തെത്തിയിട്ടുണ്ട്. അവിടെ ഒരു വെള്ളമൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഓടിച്ചാടിയൊക്കെ ആ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോകുന്നുണ്ടായിരുന്നു. കുറച്ചങ്ങോട്ടൊന്ന് ചെളിയാണ്, അതുകൊണ്ട് അങ്ങ് ഒരുപാടങ്ങ് ഇറക്കാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ ചെറുതായിട്ടൊന്ന് ഇറങ്ങി കാലൊക്കെ നനച്ചിട്ടുണ്ട്.
പിന്നെ പൊന്നുന്തുരുത്തിൽ നിന്ന് നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു. അപ്പോൾ നിങ്ങൾ ഈ സ്പോട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.